ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചൂടോടുകൂടി സെർവ് ചെയ്താൽ ഒരു നോൺ വെജ് ഡിഷ് കഴിക്കുന്ന മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീർ ക്യൂബ്സ് ആണ്. സാധാരണ നമ്മൾ പനീർ ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം വേണം കറി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ. പനീറിൻ്റെ ക്യൂബ്സ് ഒരു ഫോർക്ക് വെച്ചോ കൈ വെച്ചോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതുമാണ്. അപ്പോൾ അത് റെഡിയാക്കി വെക്കാം. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 2 വലിയ അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 അല്ലിയൊക്കെ വേണ്ടി വരും. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അതും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറിലേക്ക് മാറി വരണം. ഇപ്പോൾ ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5-6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സവാളയും തക്കാളിയും ഒക്കെ ഏകദേശം നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ചുകൂടി വേകാനുണ്ടത്. അപ്പം മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാപ്സിക്കത്തിൻ്റെ കളറൊക്കെ മാറി അത് വെന്ത് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലിരിക്കണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പനീറിൻ്റെ ക്യൂബ്സ് ഇതുപോലെ ഫോർക്ക് വെച്ച് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു വരണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പനീറിന് അധികം വേവൊന്നുമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാകും. ഇടയ്ക്ക് അടപ്പ് തുറന്ന ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ. തുറന്ന ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 നുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.